പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1200 ഇടവമാസം 3-ാം തീയതി, അതായത് 2025 മെയ് മാസം 17-ാം തീയതി. നാളെ ശനിയാഴ്ചയാകുന്നു. ശനിയാഴ്ചത്തെ പ്രാദേശിക സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6, അസ്തമയം വൈകിട്ട് 6:36 നാളെ ശനിയാഴ്ചത്തെ രാഹുകാലം കാലത്ത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു. നാളെ നക്ഷത്രം പൂരാടം നക്ഷത്രമാകുന്നു. നാം സാധാരണ ശുഭകാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാത്ത നക്ഷത്രമാകുന്നു പൂരാടം നക്ഷത്രം. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടൈവ 7 നാൾ. യമൻ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പൂരം പൂരാടം പുരൂരുട്ടാതി, തൃക്കേട്ട, ഈ 7 നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാകുന്നു. അതിനാൽ യാത്രയ്ക്കും പുത്തൻ സംരംഭത്തിനും നാളത്തെ ദിനം അനുകൂലമല്ല. സ്വതവേ ശനിയാഴ്ചയാണ്. മന്ദൻ എന്നാണ് ശനിയുടെ മറ്റൊരു പര്യായം. മന്ദവാരം. വളരെ സ്ലോ ആണ് ശനി. ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ 2.5 വർഷം എടുക്കുന്നു. അത്രത്തോളം മന്ദതയോടുകൂടി സഞ്ചരിക്കുന്നു ശനി. ആ ശനി ലഗ്നത്തിൽ വരികയാണെങ്കിൽ ഒരു വ്യക്തിയുടെ വളരെയധികം ജന്മന ആ വ്യക്തി വളരെയധികം കുഴിമടിയനും അലസനുമായിരിക്കും. മറിച്ച് സ്വന്തം ക്ഷേത്രങ്ങളായ മകരത്തിലും കുംഭത്തിലും, ഉച്ചക്ഷേത്രമായ തുലാത്തിലും, ഗുരുക്ഷേത്രങ്ങളായ ധനുവിലും മീനത്തിലും ശനി ലഗ്നത്തിൽ വരികയാണെങ്കിൽ അത് രാജയോഗമാണ്. മറ്റേത് രാശിയിൽ ശനി വരികയാണെങ്കിലും ശനിയുടെ ആ നൈസർഗികമായ സ്വഭാവം, അലസത, മടി, ഇതെപ്പോഴും ഇവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. പൂരാടം നക്ഷത്രത്തിൻ്റെ ഭൂതോദയം ജലഭൂതോദയമാണ്. അതിനാൽ അവർ ജലവുമായി ബന്ധപ്പെടുന്ന എല്ലാ കർമ്മ മേഖലകളിലും വളരെയധികം ശോഭിക്കുന്നതാണ്. നടി ഐശ്വര്യ റായിയൊക്കെ പൂരാടം നക്ഷത്രത്തിന് അലങ്കാരമായി ജനിച്ച പ്രതിഭയാണ്. ധാരാളം നന്മകൾ പൂരാടം നക്ഷത്രത്തിനുണ്ട്. നക്ഷത്രത്തിൻ്റെ അധിദേവനായ ഗ്രഹം ശുക്രനാകുന്നു. അതിനാൽ തൗരത്രികം, പാട്ട്, കൂത്ത്, സംഗീതം, നൃത്തം, ഇതിലൊക്കെ തന്നെ പൂരാടം നക്ഷത്രക്കാർ വളരെയധികം ശോഭിക്കും. ജന്മന അവർ ഈ തൗരത്രികവുമായി ബന്ധപ്പെടുന്ന സംഗീതം, നൃത്തം, പാട്ടുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ തങ്ങളുടെ പ്രാഗൽഭ്യം പ്രകടിപ്പിക്കുന്നത് കാണാം. നാളത്തെ ദിനം ശനിയാഴ്ചയും പൂരാടം നക്ഷത്രവുമാകിയാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ വിശേഷിച്ച് ഒരു മുഹൂർത്തം ഞാൻ നൽകുന്നില്ല. നാളെ നിങ്ങൾക്ക് പൂരാടം നക്ഷത്രമാകിയാൽ ദേവീക്ഷേത്രത്തിൽ വിളക്ക് മാല പായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. യാത്ര, മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊന്നും നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത്രത്തോളം ശുഭകരമല്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.